ഹലോ, ഞാൻ ലിപിൻലി. അപ്പൊ ഞാനിന്ന് അത് ഇന്നലെ എന്ന് പറയും, ഇന്നലെ 10 മണിക്ക് ഒരു മറ്റേ ചോട്ട മുംബൈ മൂന്നാമത്തെ തവണ ഞാൻ പോയി കണ്ടു. കാരണം തിയേറ്ററിൽ പോയി കണ്ടത്. കാരണം ആ തിയേറ്ററിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്ക്രീൻ ക്ലാരിറ്റി ആയാലും ഇഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും പോയി കണ്ടു. വീണ്ടും പോയി കണ്ട് ഞാനവിടെ കണ്ട് നമുക്ക് സംഭവം അത് പക്ക ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് വനിതയിൽ നിന്ന് കിട്ടി. പിന്നെ അത് മാത്രല്ല, ഇന്റർവെൽ പുറത്തിറങ്ങിയ സമയത്തേ ഈ പുള്ളിനെ കണ്ടു. ദേ ഇപ്പൊ ആ ഫോട്ടോ ഞാൻ കാണിച്ചിരുന്ന ഈ പുള്ളി. അപ്പൊ ഈ പുള്ളിനെ കണ്ടപ്പോ ഞാൻ പുള്ളിയുടെ വീഡിയോസ് കണ്ടുള്ളൂ. എനിക്ക് പുള്ളിയുടെ പേര് എന്താണെന്ന് പോലും എനിക്കറിയില്ല. അതായത് പുള്ളിയുടെ പല മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ട്. അപ്പൊ അത് കണ്ടപ്പോ തന്നെ ഒരു ആഗ്രഹം തോന്നിക്കുന്ന പുള്ളിനൊന്ന് നേരിട്ട് കാണാൻ, സംസാരിക്കണമെന്ന്. അങ്ങനെ നേരിട്ട് കണ്ടു. കണ്ടുകഴിഞ്ഞ് ഞാൻ ആ പുള്ളിയുടെ അടുത്ത് പുള്ളിയുടെ അടുത്ത് ഞാൻ നേരെ പോയി, ചേട്ടാ അല്ല ഞാൻ അങ്ങനല്ലേ പറഞ്ഞ, ചേട്ടാ ഞാൻ ഒരു ഫോട്ടോ എടുത്തിരുന്നു വെച്ചു. പുള്ളിക്കാരൻ അപ്പൊ പറഞ്ഞു എടുത്തോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ അത് കഴിഞ്ഞിട്ട് പറയാ, നിന്നെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. പുള്ളിക്കാരൻ എന്റെ അടുത്ത് പറയാ, നിന്നെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടൊക്കെ തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിയുടെ കൂടെ വന്ന ആളും പറഞ്ഞു, അല്ല നിന്നെ ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ടെന്ന്. അതായത് കൂടെ വന്ന ആളും പറഞ്ഞു കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ റിവ്യൂ ഒക്കെ പറയാറുണ്ടെന്ന് പറഞ്ഞപ്പോ പുള്ളി പറയാ, റിവ്യൂവർ അല്ലേ, നിന്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ടെന്ന് പുള്ളി പറഞ്ഞു. അത് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം ഞാൻ ഇത്രയും കാണാൻ ആഗ്രഹിച്ച ഒരു പുള്ളി. ആ പുള്ളിയുടെ സംസാരം, സ്ലാങ് എല്ലാനൊക്കെ, പുള്ളി തൃശ്ശൂർ തൃശ്ശൂരാണെന്ന് തോന്നണു. പുള്ളിയുടെ സ്ലാങ് ഒക്കെ നല്ല രസമായിട്ട്, പുള്ളിയുടെ ആ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പുള്ളിയെ കാണണമെന്നൊക്കെ, നേരിട്ട് കാണണമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ കണ്ട് സംസാരിച്ചു. പുള്ളിക്കാരൻ ഇങ്ങോട്ട് സംസാരിച്ചു. അത് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തോട്ടെ അങ്ങോട്ട് പോയി ചോദിച്ചോളൂ. അപ്പൊ പുള്ളി അതിന് ഉത്തരം പറഞ്ഞത് വേറെ ഒന്നല്ല, ഫോട്ടോ എടുത്തോ കുഴപ്പമില്ല, പക്ഷെ നിന്നെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. അതാണ് എനിക്കൊരു പ്രത്യേക എന്താ ഒരു രസമായിട്ട് തോന്നിയത്. രസമായിട്ടല്ല, എനിക്കൊരു അഭിമാനം പോലെ തോന്നിയതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇങ്ങനെ 4 ആൾക്കാർ തിരിച്ചറിയണ്ടല്ലോ എന്നുള്ള ഒരു അഭിമാനം. അതിപ്പോ പലർക്കും പലതും പറയാം. അതായത് ഫേക്ക് ഐഡിയകളിലൊന്ന് പലരും പറയും. അതിലൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഇതേപോലെയുള്ള ആൾക്കാർ കാണുന്നുണ്ടല്ലോ, അത് മതി. ഇന്നാള് ഇതേപോലെ തന്നെ അജു വർഗീസ് എന്റെ അടുത്ത് ഇങ്ങനെ തന്നെ പറഞ്ഞ, അജു വർഗീസ് മറ്റേ ഫീനിക്സ് പടത്തിന് അജു വർഗീസ് പറഞ്ഞ, താങ്കളുടെ വീഡിയോ ഞാൻ കാണാറുണ്ട്. അത് കേട്ടപ്പോഴും ഭയങ്കര സന്തോഷമായി പോയി. പിന്നെ അതേപോലെ തന്നെ മറ്റേ സൈജി കുറുപ്പ് സംസാരിക്കാറുണ്ട്. പുള്ളിക്കും എന്നെ അറിയാം, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അത് ഏത് പടത്തിനാന്ന് ഞാൻ ഓർക്കല്ല. ഒരു പടത്തിന് പോയപ്പോ സൈജി കുറുപ്പ് ഇങ്ങനെ ഹലോ എന്ന് പറഞ്ഞ കൈയാട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു പിറകിലുള്ള ആരെങ്കിലും വിചാരിച്ച് ഞാൻ പിറകിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ പുള്ളി പറഞ്ഞു, അല്ല താങ്കളെ തന്നെയാണ്, എന്റെ അടുത്ത് താങ്കളെ തന്നെയാണ് ഞാൻ കൈയാട്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിന്നപ്പോ പുള്ളി, താങ്കളുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്, അപ്പൊ മിക്ക വീഡിയോസും പുള്ളി കാണാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സംസാരിച്ചു തുടങ്ങി. പിന്നെ ഒരു നല്ലൊരു രസത്തിൽ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ഈ ഇടയ്ക്ക്, അത് ഏത് പടത്തിനാന്ന് ഓർമ്മയില്ല, ഞാൻ ആറാട്ടോണ്ട് ഇങ്ങനെ തിയേറ്ററിൽ സംസാരിച്ചിരുന്ന സമയത്ത് ഈ സൈജി കുറിപ്പാണ് വന്ന് സൈജി കുറിപ്പ് ഞങ്ങളുടെ രണ്ടുപേരും കൈയാട്ടിട്ട് കയറണില്ലെന്ന് ചോദിച്ചു. ഞങ്ങൾ കയറണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന സംഭവമാണ്. അതായത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു അഭിമാനം തോന്നും ചില സമയത്ത്, സത്യം പറയാം. കാരണം ഇന്ന് എനിക്ക് അങ്ങനെ തോന്നി. കാരണം ഞാൻ ഈ റിവ്യൂ പറഞ്ഞില്ലെങ്കിൽ, അതായത് ഈ മീഡിയകളിൽ വന്നില്ലെങ്കിൽ എന്നെ ഏത് പട്ടിക്കും പൂറ്റിക്കും അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു കാര്യം നോക്കുമ്പോ എനിക്കൊരു അഭിമാനം പോലെ തോന്നുന്നുണ്ട്. ഏതായാലും സംഭവം ഓക്കെ, ഞെരിപ്പായി ഇന്ന് എന്തായാലും.